ബന്ദിയോട് കുരുടപ്പതവ് മാസ്കുമാരി റോഡിന്റെ ദുരിതാവസ്ഥയ്ക്ക് പരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാർ സമരമുഖത്തേക്ക്. ജനകീയ സമരസമിതി നേതൃത്വത്തിൽ നടത്തിയ മഞ്ചേശ്വരം PWD ഓഫീസ് മാർച്ച് അധികാരികൾക്കുള്ള മുന്നറിയിപ്പായി മാറി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. കാസർഗോഡിന്റെ വടക്കൻ ജനതയെ കർണാടകയിലേതുൾപ്പെടെയുള്ള അതിർത്തി ഗ്രാമങ്ങളുമായി ബന്ധിപ്പിക്കുന്നതും പൈവളിക ഗ്രാമപഞ്ചായത്തിലൂടെ കടന്നുപോകുന്നതുമായ പ്രധാന റോഡാണ് ലാൽബാഗ് ചിപ്പാർ കുരുടപ്പതവ് മാസ്കുമാരി റോഡ്. തകർന്ന് ചെളിക്കുളമായി മാറിയ റോഡിലൂടെയുള്ള ഗതാഗതം തീർത്തും വഴിമുട്ടിയ അവസ്ഥയിലാണ്. ഓട്ടോ ടാക്സികൾ സർവീസ് നിർത്തിവെച്ചിരിക്കുന്ന ഈ റൂട്ടിലൂടെ ഓടുന്ന സ്വകാര്യ ബസ്സുകളും സർവീസ് നിർത്തിവെക്കാനുള്ള തീരുമാനത്തിലാണ്. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ കൂനിന്മേൽ കുരുപോലെ ദുരിതങ്ങൾ കുന്നുകൂടി ജീവിതം തീർത്തും വഴിമുട്ടി തുടങ്ങിയതോടെയാണ് ഈ ഭാഗത്തെ ജനങ്ങൾ ഒന്നടങ്കം സംഘടിച്ച് കർമ്മസമിതി രൂപീകരിച്ച് സമരവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. അടിയന്തര പ്രാധാന്യത്തോടെ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരസമിതി നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ മഞ്ചേശ്വരത്തെ PWD അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് നടത്തിയ മാർച്ചിൽ അനേകം പേർ അണിചേർന്നു. റോഡിന്റെ ദയനീയാവസ്ഥ തുറന്നു കാട്ടുന്ന പോസ്റ്ററുകളും കയ്യിലേന്തി മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ച് PWD ഓഫീസിന് മുന്നിലെത്തിയതോടെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഇതോടെ സമരക്കാരുടെ പ്രതിഷേധം ഇരമ്പി. തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം പൈവളിക ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ZA കയ്യാർ ഉദ്ഘാടനം ചെയ്തു. അന്ന് ജില്ലാ പഞ്ചായത്ത് റോഡായിരുന്ന ആ റോഡിനെ 2012 കാലഘട്ടത്തിലാണ് ആദ്യമായി അത് PWDക്ക് ഏറ്റെടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നതും അന്നത്തെ PWD വകുപ്പിനെ കൊണ്ട് ബഹുമാന്യ MLA അതിനെ ഏറ്റെടുപ്പിക്കുന്നതും. അങ്ങനെ ഒരു PWD റോഡ് നമ്മുടെ നാട്ടിലൊരു റോഡ് ആയി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായി. കാരണം പൊതുമരാമത്ത് വകുപ്പ് എന്ന് പറയുന്നത് റോഡ് തകർന്നാൽ, എവിടെയെങ്കിലും റോഡ് തകർന്നാൽ ഉടനെ തന്നെ അതിലേക്ക് ഫണ്ട് നീക്കിവെക്കുമെന്ന ഒരു വിശ്വാസമായിരുന്നു നമുക്കൊക്കെയും. മറ്റുള്ള പഞ്ചായത്തിൽ നിന്നും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലൊക്കെ പരിമിതമായ ഫണ്ട് ഉപയോഗിച്ച് അത്ര വലിയ വലിയ റോഡുകളൊക്കെ നിർമ്മിക്കാൻ സാധിക്കുകയില്ല. PWD ആകുമ്പോൾ നമ്മുടെ റോഡ് ഏതായാലും നന്നാവുമെന്ന ഒരു സന്തോഷത്തിലായിരുന്നു. അങ്ങനെ 2013 അതിലേക്ക് വീണ്ടും PWDയിൽ നിന്ന് ഫണ്ട് അനുവദിച്ചുകൊണ്ട് വീണ്ടും ആ പോയ റോഡിനെ നന്നാക്കുന്നത്. നമ്മുടെ സാധാരണ താറിട്ട രീതിയിൽ താറിട്ടിട്ടാണ് നന്നാക്കുന്നത്. ചടങ്ങിൽ അശ്വത് ലാൽബാഗ് അധ്യക്ഷനായി. സക്കീർ സിറന്തടുക്ക സ്വാഗതം പറഞ്ഞു. അസീസ് കളായി, ഖലീൽ ചിപ്പാർ, സതീഷ് ചിപ്പാർ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ലാൽബാഗ് മുതൽ അങ്ങോട്ടുള്ള 9 കിലോമീറ്ററോളം റോഡാണ് പൂർണ്ണമായും തകർന്നടിഞ്ഞിരിക്കുന്നത്. അധികാരികളുടെ തികഞ്ഞ അവഗണനയും അനാസ്ഥയും പതിറ്റാണ്ടുകളായി അറ്റകുറ്റപ്പണികൾ നടത്താത്തതുമാണ് ഈ റോഡിനെ ഇത്രയും വലിയ നാശത്തിലേക്ക് വലിച്ചിഴച്ചത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.